പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ആ നേരം കൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനുള്ള സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പേരി വയ്ക്കാനുള്ള പയർ അരിഞ്ഞു വെച്ചു. കൂടെ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും പുതിനയും പുളിയും ഉപ്പും മുളകും കൂടിയിട്ടാണ് ചമ്മന്തി അരയ്ക്കണത്. അരിയൊക്കെ അടുപ്പത്തിടാനുള്ളത് കഴുകി വെച്ചു. പിന്നെ ചമ്മന്തിയൊക്കെ അരച്ച് ഉപ്പേരിക്ക് മൂപ്പിക്കാനുള്ള ഉള്ളിയൊക്കെ ചതച്ച് വെച്ചു. സോയാബീൻ മസാല പുരട്ടി വെച്ചു. ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. ചതച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി വഴറ്റുകയാണ്. ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൂക്കുമ്പോൾ പയറും പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഉപ്പേരി ആയിക്കഴിഞ്ഞു. മാറ്റി വെച്ചിട്ട് അതേ ചീഞ്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. സോയാബീൻ ഫ്രൈ ചെയ്യാനുള്ളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. മുകളിൽ കുറേശ്ശെ കറിവേപ്പിൻ്റെ ഇല വിതറിയിട്ടുണ്ട്. മീൻ വറുക്കായാലും എന്ത് വറുക്കായാലും ഞാൻ അധികം കറിവേപ്പിൻ്റെ ഇല അതിൻ്റെ മുകളിൽ ചേർക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താ വെച്ചാൽ അത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അത്രേ. അതുകൊണ്ട് അപ്പോൾ പൊതിയാനുള്ള ഇലയൊക്കെ വാട്ടുകയാണ്. എന്നിട്ട് പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടുപോകാനുള്ള മുട്ട ഉണ്ടാക്കുകയാണ്. അത് മുളക് പൊടി ഒന്നും ഇടാതെ കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ആംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി പപ്പടം കാച്ചുകയാണ്. പപ്പടം കാച്ചൽ കഴിഞ്ഞിട്ട് അതേ അടുപ്പത്ത് മറ്റൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നും കടുകും പൊട്ടിച്ച് അതിൽ സവോളയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സവോളയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായി തിളച്ചപ്പോൾ റവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുകയാണ്. അപ്പം അങ്ങനെ ഉപ്പുമാവ് വാങ്ങി വെച്ചു. ഇനി പൊതിച്ചോറ് പൊതിയാൻ തുടങ്ങുകയാണ്. ആദ്യം ചോറ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ സോയാബീൻ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ പയറുപ്പേരി വെച്ചു. പുതിന ചമ്മന്തി പിന്നെ മുട്ടയും വയ്ക്കുകയാണ്. അപ്പോൾ വിഭവങ്ങളായിട്ട് ഒന്നുമില്ല. മീൻ വറുത്തൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതിൻ്റെ മുള്ള് പേടിച്ചിട്ട്. അപ്പോൾ കുറച്ച് മീനച്ചാറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പപ്പടവും.